പുഴുങ്ങിയ കോഴിമുട്ടയില്ലേ, ഇതേപോലെ എണ്ണയിലിട്ട് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിക്കുമ്പോൾ മുഖത്തേക്കൊന്നും പൊട്ടിത്തെറിക്കാണ്ടൊന്ന് നോക്കണേ. എന്നിട്ടില്ലേ, ആ സെയിം എണ്ണയിലേക്ക് കുറച്ച് സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ തക്കാളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഇട്ടേന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കണേ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് കോഴിമുട്ട പൊരിച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ആ മസാല കോഴിമുട്ടയുടെ മേലെ ഒന്ന് പൊത്തി വെക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തീ സിമ്മിലിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് വെക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.